അരിയും ഉഴുന്നുമില്ലാതെ തലേ ദിവസം തലപുകഞ്ഞ് ആലോചിക്കാതെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്റോസ്റ്റ് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. ഇനി രാവിലെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് ആരുടെയും ഉറക്കം കളയണ്ട. ഇതിന് ഒട്ടും സമയം വേണ്ട. ഇതിനായിട്ട് നമ്മളൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യവുമില്ല. ഇനിയിപ്പോൾ ഈ ദോശയുടെ കൂടെ എന്ത് കഴിക്കുന്ന ആലോചിച്ചും ആരും വിഷമിക്കേണ്ട. അതിനും ഒരു പരിഹാരമുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയും കൂടെ ഞാൻ ഈ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഈ ക്രിസ്പി ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ റോസ്റ്റ് ചെയ്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. ഞാനിത് ഇന്നലെ രാത്രി ഉറയൊഴിച്ച് വെച്ചതാണ്. അപ്പോൾ രാവിലത്തേക്കും ഒട്ടും പുളിയില്ലാതെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് വേണ്ട, അതിൽ കുറച്ച് ചേർത്താൽ മതിയാകും. അല്ലെങ്കിൽ 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ 1/4 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം എത്രയാണെന്നുള്ളത് നോക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള 1/4 കപ്പും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. റവയുടെ തരിയൊന്നും ഒട്ടും കാണാൻ പാടില്ല. നമ്മൾ സാധാരണ ദോശമാവിനൊക്കെ അരച്ചെടുക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിതിൽ ആകെ 1 കപ്പ് വെള്ളവും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ കൃത്യമായിട്ടുള്ള അളവിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും അറിയാമല്ലോ ദോശയുടെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ആ രീതിയിലേക്ക് ആകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ഈനോ എന്ന് പറഞ്ഞൊരു പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. ഈനോ കിട്ടിയില്ലെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർക്കുക. അത് 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇത് സാധാരണ അസിഡിറ്റിയൊക്കെ ഉള്ളവർ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബബിൾസ് വരുന്നത് പോലെ തോന്നും ഈ മാവിൽ. ഇപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതിന് വേണ്ട ഒരു ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഈ ദോശ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു കടായി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് നിറമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അതേ സമയത്ത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം ഉണക്കമുളകും ചേർത്തുണ്ടാക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. എപ്പോഴും ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ ഉപയോഗിച്ച് ചട്നി ഉണ്ടാക്കുമ്പോഴായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തേങ്ങ അധികം ചൂടാകണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്കൊരു ബൗളിലിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അരച്ചെടുക്കാം. വെള്ളം പോലെ വേണമെങ്കിൽ അങ്ങനെ, അല്ല കട്ടിയായിട്ടാണ് വേണമെങ്കിൽ അതുപോലെ. അപ്പോൾ ഞാനിത് ഒട്ടും വെള്ളം ചേർക്കാതെ വെറുതെ ഒന്ന് തിരിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരച്ചെടുത്ത് ഉപയോഗിക്കാം. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരിക്കുന്ന മാവൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും. മാവ് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ചൂടുള്ള ദോശച്ചട്ടിയിൽ ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. ഞാനിത് നോൺ സ്റ്റിക്ക് പാനിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കല്ല് ചൂടാക്കിയതിന് ശേഷം അല്പം വെള്ളം കുടഞ്ഞ് അതൊന്ന് തുടച്ചെടുത്തിട്ട് അതിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ ചൂടെല്ലാ സ്ഥലത്തും ഒരുപോലെയായിട്ട് നമുക്ക് നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു തവി മാവെടുത്ത് നന്നായിട്ട് ചുറ്റിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കാം. ഇനി അതല്ല, തട്ടിൽ കുട്ടി ദോശ പോലെ അല്ലെങ്കിൽ സെറ്റ് ദോശയൊക്കെ പോലെ വേണമെങ്കിൽ അതുപോലെയും ഒഴിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടം. ഇനി ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൂടെ ഒഴിച്ച് നല്ല മൊരിച്ചെടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഈ ദോശ ഒരിക്കലും തിരിച്ചിടാറില്ല കേട്ടോ. അതിൻ്റെ പകരം അടച്ച് വെച്ചാണ് ഉണ്ടാക്കാറ്. അപ്പോഴാണ് മുകൾ ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് പോലെ എനിക്ക് തോന്നാറ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രിസ്പി റവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒട്ടും പുളിപ്പൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ ഈ ചട്നിയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്